Hi friends, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 10th ഡേയിലെ വർക്കൗട്ട് ആണ്. 10th 11th ഡേ രണ്ട് ദിവസത്തെ വർക്കൗട്ട് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്നത് അബ്ഡോമിനും അതേപോലെ തന്നെ ലോവർ ലിംബിനും ഒരേ സമയത്ത് എഫക്റ്റ് കിട്ടുന്ന ഒരു വർക്കൗട്ട് സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയിൽ ചില ദിവസങ്ങളിൽ ഞാൻ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, സോറി. അങ്ങനെ ഗ്യാപ്പ് വരുമ്പോൾ പ്ലീസ് നിങ്ങൾ ഈ ചെയ്തതിൽ ഏതെങ്കിലും വർക്കൗട്ട്സിന്റെ ഏതെങ്കിലും ഡേയിലത്തത് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. കുറച്ച് ഡിലേ വന്നു, സോറി, ഞാൻ അതേ പറയുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. 10th ഡേയിലെ 11th ഡേയിലെയാണ്. കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കറക്റ്റായി ചെയ്തവരൊക്കെ ഉണ്ടാവും. പ്ലീസ് എല്ലാവരും ഒന്നും കൂടി കറക്റ്റ് ആവുക. പിന്നെ ഫുഡൊക്കെ എല്ലാവരും എങ്ങനെയാണ് പോകുന്നത്, കുറച്ച് കൺട്രോൾഡ് ആണെന്ന് വിചാരിക്കുന്നു. വേറെ എന്താ? ഓക്കെ, അപ്പൊ എല്ലാവരും പെയിനൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. നല്ല റിസൾട്ട് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞാനൊരു ഇത് ചോദിച്ചിരുന്നു കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു നല്ല റിസൾട്ട് ഉണ്ട്. കുറച്ച് പേര് പറഞ്ഞു അപ്പർ അബ്ഡോമന്റെ പോവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്പർ അബ്ഡോമനാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അപ്പർ അബ്ഡോമന് നിങ്ങൾക്ക് അങ്ങനെ ആ ഇഷ്യൂ മാറുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എക്സസൈസിലോട്ട് പോവാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ, ഇങ്ങനെ കാൽ ബാക്കിലോട്ട് കൊണ്ടുവരിക, കൈ വെച്ചിട്ട് ടച്ച് ചെയ്യുക. ഇതൊരു 45 സെക്കൻഡ്സ് ചെയ്യുക. ഇത് ശരിക്കും ഒരു വാമപ്പ് എക്സസൈസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് വലിയ സ്ട്രെയിന് ഒന്നുമില്ല, പക്ഷെ ശരിക്കും റിലാക്സ് ചെയ്ത് ചെയ്യേണ്ട ഒരു എക്സസൈസാണ്. ഓക്കെ, നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വാട്സ് ആണ്. സ്ക്വാട്സ് നോർമലി ചെയ്യുന്ന ഇത്രയും ദിവസത്തിൽ നമ്മൾ ഒരുപാട് വട്ടം ചെയ്തിട്ടുണ്ട്. ഫുൾ ബോഡി എഫക്റ്റ് വരുന്ന ഒരു എക്സസൈസ് ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മുട്ടൊരിക്കലും കാലിൻ്റെ വിരലിനെ ഫ്രണ്ടിലോട്ട് വരരുത്. ശരീരത്തിൻ്റെ ബട്ടക്സിൻ്റെ ഭാഗം ബാക്കിലോട്ട് പോകുന്ന രീതിയിൽ ചെയ്യുക. ഓക്കെ, ഇതും ഒരു 45 സെക്കൻഡ്സ് ചെയ്യാം. ഇനി അടുത്തത് തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, കൈ രണ്ടും താഴോട്ട് മുട്ടിക്കുക, എന്നിട്ട് കൈ വെച്ചിട്ട് മുന്നോട്ട് നമ്മുടെ ശരീരം കൊണ്ടുപോയിട്ട് പ്ലാങ്ക്സ് പൊസിഷനിൽ നിന്നതിന് ശേഷം പതുക്കനെ അതേപോലെ തന്നെ കൈ വെച്ചിട്ട് ബാക്കിലോട്ട് വന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, ഇതാണ് എക്സസൈസ്. ഇതൊരു 45 സെക്കൻഡ്സ് ഇതും ചെയ്യുക. ഓക്കെ, അത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, കൈ രണ്ടും താഴെ കുത്തുക, എന്നിട്ട് മുന്നോട്ട് പോവുക, പ്ലാങ്ക്സ് പൊസിഷനിൽ നിൽക്കുക, പതുക്കനെ ഹോൾഡ് ചെയ്തതിന് ശേഷം അതേപോലെ തന്നെ റിട്ടേൺ വന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. ഇത് ചെയ്യുമ്പോൾ ഏറ്റവും നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ബെൻഡ് ആവരുത്. നീ ബെൻഡ് ചെയ്തിട്ട് കൈ കുത്തിയിട്ട് കാര്യമില്ല. ജസ്റ്റ് ചെറിയൊരു ബെൻഡിങ് ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ വരും, പക്ഷെ ഇല്ലാതെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ തേർഡ് വൺ. ഇതും ശരിക്കും നമുക്ക് കുറച്ച് സ്ട്രെയിൻ ചെയ്ത് ചെയ്യുന്ന പോലെ തോന്നും, പക്ഷേ ശരിക്കും കണ്ടിന്യൂസ് ആയിട്ട് 45 സെക്കൻഡ്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എഫക്റ്റ് ഉണ്ടാവും. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൗണ്ടൻ ക്ലൈംബാണ്. ഒരുപാട് വർക്കൗട്ട്സിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ മൗണ്ടൻ ക്ലൈംബ് പറഞ്ഞിരുന്നു. മൗണ്ടൻ ക്ലൈംബ് അബ്ഡോമിന് ശരിക്കും നല്ല എഫക്റ്റ് ഉള്ളൊരു വർക്കൗട്ടാണ്. പ്ലാങ്ക്സിൻ്റെ പൊസിഷനിൽ നിൽക്കുക. ഓക്കെ, എന്നിട്ട് കാല് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക, ബാക്കിലേക്ക് കൊണ്ടുവയ്ക്കുക. ഓക്കെ, അതും ഒരു 45 സെക്കൻഡ്സ് തന്നെ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട്, ഇപ്പോൾ പറഞ്ഞ എല്ലാ വർക്കൗട്ട്സും ശരിക്കും ഞാൻ മെയിനായിട്ട് ഇന്ന് ചെയ്യുന്നത് കാലിനും അബ്ഡോമിനും ഒരേപോലെ എഫക്റ്റ് വരുന്ന ഒരു വർക്കൗട്ട് സെക്ഷനാണ്. അടുത്തത് വന്നു കഴിഞ്ഞാൽ സ്ക്വാട്സിൻ്റെ പൊസിഷനിൽ നിൽക്കുക, എന്നിട്ട് വലത്തോട്ടും ഇടത്തോട്ടും നമ്മൾ നടക്കുക. ആ പൊസിഷനിൽ ചേഞ്ച് ചെയ്യാതെ രണ്ട് കാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക സ്ക്വാട്സിൻ്റെ പൊസിഷനിൽ. ഇതും ഒരു 45 സെക്കൻഡ്സ് കണ്ടിന്യൂസ് ആയി ചെയ്യുക. ഇത് ചെയ്യുന്ന സമയത്ത് കാലിനൊക്കെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടും തോന്നും, പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ഒരു എന്താ പറയുക, ശരിക്കും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് ശരിക്കും ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മൾ ജമ്പിങ് ജാക്സ്. ഏറ്റവും ഈസിയും ഏറ്റവും നല്ല വർക്കൗട്ടാണ്. അപ്പോൾ ഈ ജമ്പിങ് ജാക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് 45 സെക്കൻഡ്സ് തന്നെ ഒരുപാട് കാലിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം എന്നില്ല. ഇത് ചെയ്യുമ്പോൾ കാലിന് ചെറിയൊരു ബെൻഡ് വരും. കണ്ടോ, കാലിൻ്റെ മുട്ടിന് നിങ്ങൾ ശ്രദ്ധിച്ചു, കാലിൻ്റെ മുട്ടിന് ചെറിയൊരു ബെൻഡ് വരാം. എന്നിട്ട് അതിൽ നിന്ന് കാല് അകറ്റുമ്പോൾ കൈ മുകളിലോട്ട് കൊണ്ടുവരിക. ഇതും ഒരു 45 സെക്കൻഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇത് ഫുൾ ബോഡി തന്നെ എഫക്റ്റ് ഉള്ളതാണ്. ഇത് ചെയ്യുമ്പോൾ ഒരിക്കലും വെയിറ്റ് എടുത്ത് ചാടുന്ന പോലെ ചെയ്ത് റിലാക്സ് ചെയ്തിട്ട് ചാടണം. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നതാണ് വാൾ സിറ്റ്. ഇത് കൂടുതൽ മുട്ടിന് പെയിനോ അങ്ങനത്തെ ഉള്ളവരൊന്നും ചെയ്യേണ്ട. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കാല് നമ്മളൊരു വാളിൻ്റെ അടുത്ത് പോയി നിൽക്കുക, എന്നിട്ട് ഈ ഒരു 90 ഡിഗ്രി പോസ്ചറിൽ നമ്മൾ ഇരിക്കുക. ഓക്കെ, ഇത് ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് 90 ഡിഗ്രി പോസ്ചർ ആയിരിക്കണം. അതേപോലെ നമ്മുടെ ഷോൾഡർ വരെയുള്ള ഭാഗം നമ്മളെ വാളിൽ സപ്പോർട്ട് ചെയ്തിരിക്കണം. ഒരിക്കലും നമ്മൾ അരയുടെ ഭാഗം മാത്രം കുത്തിയിട്ട് ഷോൾഡർ ഫ്രണ്ടിലോട്ട് ഊന്നിയിരിക്കരുത്. നമ്മൾ ബാക്ക് വരെ കറക്റ്റായി സപ്പോർട്ട് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. ആ ഒരു 90 ഡിഗ്രിയിൽ ഹോൾഡ് ചെയ്യുക.
ഓക്കെ, അതും ഒരു 45 സെക്കൻഡ്സ് അങ്ങനെ ഇരിക്കുക. ഇനി അടുത്തത് ലഞ്ചസ്. ഓക്കെ, ലഞ്ചസ് എല്ലാവർക്കും അറിയാലോ. ഒരു കാല് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, ഒരു കാല് ബാക്കിലോട്ട് പോവുക, ബാക്കിലോട്ട് കൊണ്ടുപോകുന്ന കാലിൻ്റെ മുട്ട് നിലത്ത് ടച്ച് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇതും ഒരു 45 സെക്കൻഡ്സ് തന്നെ ചെയ്യുക. ഇന്ന് കുറച്ച് തോനെ വർക്കൗട്ട്സ് ഉണ്ട്, പക്ഷെ നമ്മുടെ ദിവസം കൂടി വരുന്നത് കൊണ്ടാണ് വർക്കൗട്ട്സ് ഞാൻ കുറച്ച് കൂട്ടിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബോഡി എല്ലാവരുടെയും ഇത്തിരി ഫ്ലെക്സിബിളായി തുടങ്ങി എന്ന് വിചാരിക്കുന്നു. ഇതും ഒരു 45 സെക്കൻഡ്സ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ വർക്കൗട്ട്. ലഞ്ചസ് എല്ലാവർക്കും അറിയാലോ. ഇത് ശരിക്കും കാലിനും വയറിനും ഒരേപോലെ എഫക്റ്റ് കിട്ടുന്നതാണ്. മെയിൻലി ആയിട്ട് കാലിനും ബട്ടക്സിൻ്റെ ഏരിയയിലേക്ക് നല്ല എഫക്റ്റ് കിട്ടുന്ന ഒരു വർക്കൗട്ടാണ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുക. ഇരുന്നിട്ട് നമ്മൾ കൈ രണ്ടും നീട്ടി പിടിക്കുക. എന്നിട്ട് പതുക്കനെ കിടക്കാൻ നോക്കുക. 1 2 3 4 5 6 7 8 9 10. ഈ 10 കൗണ്ട് ആവുന്നത് വരെ നമ്മൾ പതുക്കനെ ഹോൾഡ് ചെയ്തിട്ട് കിടക്കുക. അതൊക്കെ 1 2 3 4 5 6 7 8 9 10. ഇത് ചിലപ്പോൾ ചിലർക്ക് വൈബ്രേഷൻ ഭയങ്കര ഫീൽ ചെയ്യും. അപ്പോൾ ചിലർ പെട്ടെന്ന് വീണവർ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എവിടെയാണോ ബുദ്ധിമുട്ടുള്ള അതിൽ ഏറ്റവും കൂടുതൽ നേരെ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് പതുക്കനെ റിലാക്സ് ചെയ്ത് ഹോൾഡ് ചെയ്തിട്ട് ബാക്കിലോട്ട് വന്ന് കിടക്കുക. ഓക്കെ, ഇതാണ് ലാസ്റ്റ് എക്സസൈസ്. ഈ എക്സസൈസും 45 സെക്കൻഡ്സ് ചെയ്യുക. ഈ പറഞ്ഞ എക്സസൈസൊക്കെ 4 സെറ്റ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. ഇന്നത്തെ എക്സസൈസ് എല്ലാവരും കണ്ടല്ലോ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും എക്സസൈസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല എഫക്റ്റ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.